അസ്സലാമു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി ടേസ്റ്റി നെയ്യപ്പമാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, എൻ്റെ മാതാജിയുടെയാണ്. പിന്നെ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നെയ്യപ്പമാണ് ഇത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നെയ്യപ്പത്തിനെക്കാട്ടി ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര കഴിച്ചാലും മടുക്കൊന്നുമില്ല, ഓവർ മധുരമൊന്നുമില്ല, ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്ലാസ് അരി ഞാൻ 2 മണിക്കൂർ മുന്നൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പച്ചരി ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പച്ചരി ചേർക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാവ് മിക്സ് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ നെയ്യിൽ കുറച്ച് തേങ്ങ ചിരകിയതും കറുത്ത എള്ളും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് 2 വലിയ സ്പൂണ് മൈദപ്പൊടിയും ഒരു വലിയ സ്പൂണ് അരിപ്പൊടിയും പിന്നെ ആ തേങ്ങയും പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പച്ചരി ഉണ്ടല്ലോ അത് അരച്ച് വെച്ച് നല്ല പേസ്റ്റ് പോലെ അരയേണ്ട, ഒരു ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഒരു ക്രഞ്ചിനെസ് വേണം. ആ ഒരു പരുവത്തിൽ അരച്ചിട്ട് അതും പിന്നെ ശർക്കര പാനിയും 2-3 ഏലക്ക ചതച്ചതും കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേന് ഇവിടെ ചുട്ട് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാനിലോട്ട് കണ്ടോ എണ്ണ ചൂടായപ്പോൾ ഒരു തവി മാവ് എടുത്ത് ഒഴിച്ചപ്പോൾ കണ്ടോ അത് പൊങ്ങി വരുന്നത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ അത് പൊങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, ഇഷ്ടപ്പെടാതിരിക്കില്ല, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.